വെൽക്കം ടു രേഷസ് ലിറ്റിൽ വ്ലോഗ്. ഇന്ന് ഒരു ചെറിയ ഞങ്ങളുടെ പർച്ചേസിങ് വ്ലോഗാണ്. ഇവിടെയുള്ള കുറച്ച് ഷോപ്പുകളിലൊക്കെ ഞങ്ങൾ പോകുന്നു. പിന്നെ അതിന് പിന്നിലൊരു കാര്യമുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ ത്രൂ ഔട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. മേളിലോട്ട് പിന്നെയും പോവാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ എപ്പോഴും ഇറങ്ങുമ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ ഫോൺ എടുക്കാൻ മറന്നു. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ നമ്മളിനി മേളിലേക്ക് പോയിട്ട് ഫോൺ എടുക്കാൻ പോവാണ്. എൻ്റെ മുടി കിടക്കുന്ന കണ്ടോ നിങ്ങൾ? കുളിച്ച് കഴിഞ്ഞപ്പോൾ ആണ് പോകാമെന്ന് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞപ്പോൾ മുടിയുടെ ഒറിജിനൽ ടെക്സ്ചർ വന്ന് കിടക്കുവാണ്. ഇതാണ് എൻ്റെ ഒറിജിനൽ മുടി. ഇതാണ് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് വലിച്ചിഴക്കുന്നത്. ഇതിപ്പോൾ ധൃതി പിടിച്ച് പോണ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും നനഞ്ഞ മുടിയുമാണ്. അപ്പോൾ അങ്ങനെ പുറത്തോട്ടിറങ്ങി. ഇപ്പം ഇവിടെ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 25 എബാവാണ് ഞങ്ങൾക്കിവിടെ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മിഡ് ടൗൺ മാളിലെത്തിയിരിക്കുക. ഇവിടെ മിഡ് ടൗൺ പ്ലാസ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട ഷോപ്പുകളെല്ലാം ഈ മാളിലുണ്ട്. നമ്മൾ പുറത്ത് ഈ UAE അവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പി പ്ലേസ് എന്ന് പറയണത് ഈ ഞങ്ങൾക്കിട്ടുണ്ട്. ഒരു ഹാപ്പി പ്ലേസ് എന്ന് പറയണത് ഈ ഒരു മാളാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ കൂടുതലും നമ്മൾ പുറത്തേക്ക് പോകുന്നത് ഖത്തറിലൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങൾ കൂടുതലും പോകുന്നത് മാൾസിലാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ച് നമുക്ക് ഒരു സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഖത്തറിനെയൊക്കെ ഓർമ്മ വരും. അവിടെയൊക്കെ എപ്പോഴും സെയിലും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. നമ്മൾ H&M വന്നിരിക്കുകയാണ്. ഒരു ചെറിയ ഷോപ്പിംഗ്, വലുതായിട്ടൊന്നുമില്ല, ചെറുത്. ഇത് പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് ആണ്. പാവപ്പെട്ട മനുഷ്യൻ സ്വന്തം പൈസക്ക് ബർത്ത്ഡേ ഞാൻ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സുകൾ. അപ്പോൾ VBN ഞങ്ങൾ മേളിലെ ഫിറ്റിംഗ് റൂമിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവർ ആ ഫിറ്റിംഗ് റൂം ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ VBN കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ ഒന്ന് ട്രയൽ ചെയ്യാൻ പോയേക്കുവാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് സെക്ഷനിൽ കയറിയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ വിവേൻ്റെ ബർത്ത്ഡേ ഞാനൊന്നും അങ്ങനെ എപ്പോഴും മേടിച്ചൊന്നും കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ലാസ്റ്റ് ഇയറും ഞാൻ വർക്ക് ചെയ്ത കാരണം ഗിഫ്റ്റ് ചെയ്തു. പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ സാലറിയിൽ തന്നെ പുള്ളിക്കാരന് ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ കേക്ക് മാത്രം മേടിക്കും ഞാൻ എങ്ങനെയെങ്കിലും. അങ്ങനെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. പുള്ളിക്ക് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതൊന്നും വലിയ കാര്യമില്ലാത്ത ആളാണ്. അപ്പോൾ നിർബന്ധിച്ച് ഞാൻ മേടിച്ചാലേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് അപ്പോൾ നമ്മുടെ H&M ഷോപ്പിംഗ് കഴിഞ്ഞു. ഒരു 3-4 ഷർട്ടൊക്കെ നിർബന്ധിച്ചെടുപ്പിച്ചു എന്ന് പറയാം. പിന്നെ ഞാൻ വലുതായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. ഈ വീർത്ത് വരുന്ന കാരണം നാട്ടിൽ നിന്നുകൊണ്ടൊന്നും സാധനങ്ങളൊന്നും പറ്റാണ്ടായി. 10+ കിലോ ഇവിടെ വന്നിട്ട് കൂടിയേക്കണം. അത് കാരണം തന്നെ
ഡ്രസ്സ് എടുക്കാനും ഇടാനും താല്പര്യമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. ഫേവറേറ്റ് സ്റ്റോറായ ഡോളറാമയിൽ വന്നിരിക്കുകയാണ്. കുറേ പൈസകൾ കുഞ്ഞു കുഞ്ഞു പൈസ ഉള്ളെങ്കിൽ കൂടി നമ്മൾ കുറേ സാധനം ഇതിനകത്തുനിന്ന് പെറുക്കിയെടുക്കും. അത് കാരണം കുറേ പൈസ നമ്മൾ ഇവിടെ നിന്ന് പൊട്ടുന്നതാണ്. ഈ ഡോളറാമ സ്റ്റോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലെന്ന് വെച്ച് വേണം നമ്മൾ നടക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറേ പൈസ നമ്മൾ ഇവിടെ പൊട്ടിക്കുന്നതാണ്. എൻ്റെ ഫേവറേറ്റ് സ്റ്റോറ് പോപ്കോണിൻ്റെ ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നതും. കടയിലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് കയറിയതും. അപ്പോൾ ബില്ല് കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊരു സർപ്രൈസായിട്ട് കൊടുക്കണം എന്നാണ്. പക്ഷേ നമ്മൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല, നമ്മൾ മാത്രം, ഞങ്ങൾ 5 പേരും മാത്രമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്കൊന്നും നമ്മളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൂടാതെ ഞങ്ങളൊരു അടിപൊളി കട കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇതിനകത്തേക്ക് കയറി കുറച്ചുകൂടി ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല സെയിലാണ്. നമുക്ക് ഒരു $15 നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. കുറച്ച് നമ്മൾ ഇങ്ങനെ എപ്പോഴും ഞങ്ങൾ ഷോപ്പ് ചെയ്യാറില്ല, പൈസ പൊട്ടിക്കാറില്ല. ഇതിപ്പോൾ ഇന്ന് ബർത്ത്ഡേ പ്രമാണിച്ച് ഇറങ്ങിയതാണ്. പിന്നെ നല്ലതായിരുന്നു, നല്ലൊരു ദിവസം സ്പെൻഡ് ചെയ്തു എല്ലാവരും കൂടി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഷോപ്പ് ചെയ്യാനൊക്കെ ഇറങ്ങണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.